നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. എളവള്ളി ചിറ്റാട്ടുകരയിൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച കൊമ്പൻ ഇടഞ്ഞോടി യുവാവിനെ കുത്തിക്കൊന്നു. ഉത്സവ കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി 38-കാരൻ ആനന്ദാണ് ആനക്കലിക്കിരയായത്. ബ്രഹ്മകുളം പൈങ്കിണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ചിറക്കൽ ഗണേശനാണ് ദുരന്തം വിതച്ചത്. ആനയുടെ കുത്തേറ്റ പാപ്പാൻ അതീവ ഗുരുതരാവസ്ഥയിൽ. കുളിപ്പിക്കാനായി ചങ്ങല അഴിച്ചപ്പോഴാണ് 8 കിലോമീറ്റർ ദൂരം ഇടഞ്ഞോടിയത്. തളയ്ക്കാനായത് 3/4 മണിക്കൂറിന് ശേഷം. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ച വൻ കരിമരുന്നു ശേഖരം പിടികൂടി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങൾക്ക് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതിനിടെയാണ് പോലീസ് വേട്ട. 27 കിലോഗ്രാം കരിമരുന്ന്, ഓലപ്പടക്കം, കരിമരുന്ന് തിരി, അമിട്ട് നിറയ്ക്കാനുള്ള പ്ലാസ്റ്റിക് ബോളുകൾ എന്നിവയാണ് വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തത്. തെക്കേക്കര പന്തളങ്ങാട്ട് വീട്ടിൽ 48-കാരൻ സുരേഷിനെതിരെ കേസെടുത്തു. KPCC നിർദ്ദേശിച്ച പരിപാടികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാത്ത മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ DCC നടപടി. വയനാട് ദുരിതാശ്വാസ ഫണ്ട്, കെ കരുണാകരൻ സ്മാരക മന്ദിര നിർമ്മാണ ഫണ്ടുകൾ നൽകാത്ത മണ്ഡലം കമ്മിറ്റികൾ സസ്പെൻഡ് ചെയ്തതായി VK ശ്രീകണ്ഠന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സസ്പെൻഡ് ചെയ്ത പട്ടികയിൽ വടക്കാഞ്ചേരി, തെക്കുംകര, കോലഴി, അടാട്ട് മണ്ഡലം കമ്മിറ്റികളും. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം. കേരളം ഒട്ടാകെ കോടികൾ തട്ടിയ സംഭവത്തിൽ വടക്കാഞ്ചേരിയിൽ 58 ഇരകൾ. സീഡ് സംഘത്തിന്റെ പേരിലാണ് വൻ തട്ടിപ്പ് നടന്നത്. സംഘം പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് അധ്യക്ഷയുമായ ബുഷറ റഷീദിനെതിരെ നഗരത്തിൽ വ്യാപക പോസ്റ്ററുകൾ. രാജിവെക്കണമെന്ന് നാഥനില്ല പോസ്റ്ററിൽ ആവശ്യം. തനിക്കെതിരെ നടക്കുന്നത് അസത്യ പ്രചരണമെന്ന് മഹിളാ കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ ബുഷറ റഷീദ്. സീഡ് സംഘത്തിൽ 58 പേരുണ്ടെങ്കിലും നേരിട്ട് പണം കൈപ്പറ്റിയത് 10 പേരിൽ നിന്ന് മാത്രം. എല്ലാവർക്കും തുക തിരിച്ചു നൽകിയതായും ബുഷറ 48 പേർക്ക് പണം ലഭിക്കാൻ നിയമ നടപടി സ്വീകരിക്കും. ഉന്നത പോലീസ് അധികൃതർക്ക് പരാതി നൽകി. വടക്കാഞ്ചേരിയിലെ പോസ്റ്റർ പ്രചരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കണം. വടക്കാഞ്ചേരി പോലീസിൽ പരാതി. ലോക ക്യാൻസർ ദിനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിൻ. വിശദമായ പദ്ധതിയുടെ ലോഗോ പുറത്തിറങ്ങി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പ്രകാശനം ചെയ്തു. മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബിന് നാടിന്റെ നിറഞ്ഞ കയ്യടി. ജീവിതം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാക്കി മാറ്റിയ വിപ്ലവ നക്ഷത്രം P ഭാഗ്യലക്ഷ്മി അമ്മ ഇനി ചിരസ്മരണ. 89-കാരിയുടെ അന്ത്യം ചൊവ്വാഴ്ച പുലർച്ചെ. 100 കണക്കിന് പേർ ചേറൂരിലെ മകൾ സദ്യയുടെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പറയമേക്കാവ് ശാന്തിഘട്ടിൽ അന്ത്യവിശ്രമം. സംസ്ഥാനത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിലൊന്നായി വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് ഫെബ്രുവരി 6-ന് 2 വർഷം. സർക്കാർ ഉടമസ്ഥതയിലുള്ള മിൽ അസംസ്കൃത വസ്തുവായ പഞ്ഞിയില്ലാതെ താഴെ വീണത് 2023 ഫെബ്രുവരി 6-ന്. തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ടാക്സ് ഫെഡ് 1 കോടി രൂപ അനുവദിച്ചതായി യൂണിയനുകൾക്ക് MDയുടെ അറിയിപ്പ്.
വ്യാഴാഴ്ച മില്ലിന് മുന്നിൽ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ കരിദിനാചരണം, പ്രതിഷേധ സംഗമം നടത്തും. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം കാഴ്ചാപരിമിതിയുള്ള ലോട്ടറി വിൽപ്പനക്കാരനെ കൊള്ളയടിച്ച് കണ്ണുള്ളവരുടെ കൊടും ക്രൂരത. മങ്കര ലക്ഷം വീട് കിണറാമാക്കൽ കുഞ്ഞുമോനെ കബളിപ്പിച്ച് 60ഓളം ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു. 2024 ഓഗസ്റ്റിൽ കുഞ്ഞുമോനെ കൊള്ളയടിച്ചവർ തന്നെയാണ് ഇപ്പോഴും ടിക്കറ്റ് തട്ടിയെടുത്തതെന്ന് സംശയം. പ്രതികളെ കണ്ടെത്താൻ ഊർജിതാന്വേഷണവുമായി വടക്കാഞ്ചേരി പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ തോൽവി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടി വേണ്ടെന്ന് മുൻ MP കെ മുരളീധരൻ. തനിക്ക് പരാതിയില്ല, വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരിക്കാൻ പോയതാണ് താൻ ചെയ്ത തെറ്റ്. തനിക്കെതിരെയുള്ള ആരോപണം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന് മുൻ MLA അനിൽ അക്കര. DCC പ്രസിഡന്റ് പട്ടികയിൽ തന്റെ പേര് വന്നതാണ് ആരോപണത്തിന് പിന്നിലെന്നും അനിൽ. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ മരിച്ച സംഭവം. തലയ്ക്കുള്ളിലെ ഞരമ്പ് പൊട്ടിയത് മരണകാരണം. പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന കുട്ടി തലവേദന മൂലം മരിച്ചത് സെക്കൻഡുകൾക്കുള്ളിൽ. അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസമെന്ന് ഡോക്ടർമാർ. തെക്കുംകര ആറ്റുപുറം കറുകയിൽ താഴത്ത് മോഹനൻ അജിത ദമ്പതികളുടെ മകൾ 13-കാരി കൃഷ്ണപ്രിയയാണ് മരണമടഞ്ഞത്. ഉക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് റഷ്യയിലെ സൈനികാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര കുത്തുപാറ സ്വദേശി ജെയിനിനെ ആശുപത്രിയിൽ സന്ദർശിച്ച് റഷ്യയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ. ജെയിനിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നാട്ടിലെത്തിക്കാൻ സജീവ ഇടപെടൽ നടത്തുമെന്ന് വാഗ്ദാനം. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം വീണ്ടെടുക്കാനായിട്ടില്ലെന്ന് അധികൃതർ. യുദ്ധമുഖത്തുനിന്ന് നീക്കം ചെയ്യാനായിട്ടില്ലെന്നും ജെയിനിനോട് വെളിപ്പെടുത്തൽ.